ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ക്രീമി ക്യാരറ്റ് റൈസ് ആണ്. സോ ആദ്യം തന്നെ ഒരു കുക്കർ വെക്കുക, നെയ്യ് ഒഴിക്കുക, അതിലേക്ക് കടുക് ഇടുക, കടലപ്പരിപ്പ് ഇടുക, അതിലേക്ക് പിന്നെ ഇടുന്നത് വയനയില, ഒരു പട്ട, പിന്നെ സ്റ്റാർ ആനീസ് എന്ന് പറയുന്നത്, പിന്നെ ഒരു 3-4 വറ്റൽ മുളക്. അത് നന്നായിട്ടൊന്ന് വഴറ്റിക്കെടുക്കുക. അതിനുശേഷം ഒരു 6 വലിയ ക്യാരറ്റ് നല്ലപോലെ ചീവി എടുക്കണം. നല്ലോണം ക്യാരറ്റ് എടുത്താൽ മാത്രമേ ആ ഒരു ക്രീമി ക്യാരറ്റ് റൈസ് എന്നുള്ളത് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ 6 നന്നായിട്ട് ചീവി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനൊക്കെ വെച്ച് കൊടുക്കാൻ വളരെ നന്നായിരിക്കും. ആ നെയ്യിൽ കിടന്നിട്ട് ആ ക്യാരറ്റ് മൂക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് ഒരു 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 സ്പൂണ് നെയ്യിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിനെയാണ് ഒഴിച്ചു കൊടുക്കണം. അല്ലാണ്ട് ഡയറക്റ്റായിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോളൂ. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ നെയ്യിൽ ഇതുപോലെ കലർത്തിയിട്ട് നന്നായിട്ട് നമ്മൾ പൊടിയൊക്കെ ചാലിക്കില്ലേ അതുപോലെ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നിങ്ങൾ ഡയറക്റ്റായിട്ട് കഴുകി വൃത്തിയാക്കി വാർത്ത് വെച്ചിരിക്കുന്ന ഏതാണോ അരി നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിവിടെ സുർത്തിക്കോലമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ജീരകശാല എടുക്കാം, ബാസ്മതി എടുക്കാം, ഇല്ലെങ്കിൽ സുർത്തിക്കോലം റൈസ് എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഈ അരി ക്യാരറ്റിലൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് തേങ്ങാപ്പാലാണ്. അതും ആദ്യത്തെ പാലാണ്, അല്ലാതെ 2ാം പാല് 3ാം പാല് ഒന്നുമല്ല. അപ്പോൾ 2 കപ്പ് അരിക്ക് 4 കപ്പ് എന്നുള്ള നിലയിൽ ഞാനിവിടെ നല്ല തിക്ക് ആൻഡ് ക്രീമി ആയിട്ടുള്ള തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ എങ്ങനെയാണോ നിങ്ങൾ ബിരിയാണിയും ബാക്കിയുള്ള പുലാവുകളും എല്ലാം കുക്കറിൽ ആക്കിയെടുക്കുക, അതുപോലെ നിങ്ങളുടെ ചോയ്സ് എങ്ങനെയാണോ അതുപോലെ ആക്കിയെടുത്തോളൂ. ചിലവർ വിസിലിടും, ചിലവർ അത് വറ്റിച്ചെടുക്കും, എന്ത് വേണമെങ്കിലും. ഞാൻ എപ്പോഴും ചെയ്യണ മാതിരി കുക്കർ അടച്ചിട്ട് ഫുള്ളിൽ വെച്ചിട്ട് വിസിലിടാണ്ട് വെച്ചിട്ട് ആവി വന്നതിന് ശേഷം വിസിലിടും. ആവി വന്നതിന് ശേഷം വിസിലിട്ട് സ്ലോയിൽ വെച്ചിട്ട് 10 മിനിറ്റ്. ഇതാണ് എൻ്റെ കണക്ക്. അങ്ങനെ ആക്കി എടുത്ത് കറക്റ്റാക്കി എടുത്ത് നോക്കൂ. നല്ല അടിപൊളിയായിട്ടുള്ള ക്രീമി ക്യാരറ്റ് റൈസ് റെഡി ആയിരിക്കും. ഇതുപോലെ തുറന്നു നോക്കുന്ന സമയത്തുണ്ടല്ലോ, ആ നല്ല മണത്തോട് കൂടിയിട്ട് സൂപ്പറായിരിക്കും. ആ ഒരു ക്രീമി ടെക്സ്ചർ ശരിക്കും നല്ല ഫീലിംഗ് ആയിരിക്കും. ഒരു കാരണവശാലും ഇതിൽ അബദ്ധവശാൽ പോലും നിങ്ങൾ ഒരു ഗ്രാമ്പോ പെരിഞ്ചീരകോ ഒന്നും ഇടരുത് കേട്ടുള്ളൂ. അത് രണ്ടും വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ തൊടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പയറുപ്പേരിയാണ്. പയർ ഓക്കെ, അതിനെ ഞാൻ ഉപ്പേരി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും പിന്നെ ഈ ഒരു ചോറും മാത്രമാണ്. വേറെ ഒന്നും തന്നെ കൂടെ വേണ്ടാട്ടുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾ സലാഡൊക്കെ ഉണ്ടാക്കിക്കോളൂ. ഞാനൊന്നും ഉണ്ടാക്കിയില്ല. എനിക്ക് ഇത് തന്നെ സ്വർഗ്ഗമായിരുന്നു. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇതാണ് വളരെ സിമ്പിളായിട്ട് ഓണിയൻ ഗാർലിക് ഒന്നും തന്നെ ഇല്ലാതെ, നമ്മൾ ഉള്ളിയൊന്നും ഉപയോഗിച്ചില്ല, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഒന്നും തന്നെ ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ക്രീമി ക്യാരറ്റ് റൈസ്. അപ്പോൾ വരൂ നമുക്ക് കഴിക്കാം ക്രീമി ക്യാരറ്റ് റൈസ്. നല്ല ഫ്ലേവറാണ്. നമ്മുടെ തോട്ടത്തിലുണ്ടായ പയറാണ്, ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ഗ്രാമ്പു പെരിഞ്ചീരകം ഇടരുത്. ഓക്കെ, ഗ്രാമ്പു ഒക്കെ വന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് മൊത്തത്തിൽ മാറും. നല്ല ക്രീമി ഫീൽ. ആ തേങ്ങാപ്പാലിൻ്റെ സിമ്പിളായിട്ട്, ഉള്ളി വേണ്ട, വെളുത്തുള്ളി വേണ്ട, തക്കാളി വേണ്ട, ക്യാരറ്റ് മാത്രം മതി. നിങ്ങളും ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ഡിഷ് ഉണ്ടാക്കി നോക്കുന്നു പ്രതീക്ഷിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. Till then, take care and bye-bye.
ta-na-na, ta-na-na-na. Dum ta-na-na, ta-na-na-na. Winnie's Kitchen.